ഇനി നമ്മൾ പോകുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് മലബാറിൽ വലിയ പ്രതീക്ഷയുള്ള ഇടമാണ്. കണ്ണൂരിന് ശേഷം CPM-നെ സംബന്ധിച്ച് വലിയ ശക്തി കേന്ദ്രങ്ങളുള്ള ഇടമാണ്. പക്ഷേ ഇത്തവണ കോഴിക്കോടിൽ തിരിച്ചടി CPM ഭയക്കുന്നുണ്ട്. ഇത് മാത്രമല്ല അവിടെ UDF വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്നു. 3 സിറ്റിംഗ് സീറ്റുകൾ വരെ നഷ്ടപ്പെട്ടേക്കാമെന്ന് കണക്കെടുപ്പിലേക്ക് CPM അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നാദാപുരം, തിരുവമ്പാടി, കോഴിക്കോട് സൗത്ത് എന്നിവിടങ്ങളിലാണ് അട്ടിമറി പ്രതീക്ഷിക്കുന്നത്. മറ്റിവിടങ്ങളിൽ ജയിക്കാമെന്ന് കരുതുന്നുണ്ട്. സനീഷ് കുമാർ കോഴിക്കോടും ചേരുന്നുണ്ട്. അനീഷ്, CPM-ന്റെ കണക്കെടുപ്പിൽ എന്തുകൊണ്ട് തിരുവമ്പാടി വന്നു എന്നൊരു ചോദ്യം ഉണ്ടാവുന്നുണ്ട്. മറ്റിടങ്ങളിൽ എന്തുകൊണ്ട് സുരക്ഷിതമാവുന്നു? നാദാപുരം നഷ്ടപ്പെടും, ഇടതുപക്ഷത്തിൻ്റെ ഒരു ശക്തി മേഖലയാണ്. പക്ഷേ ഇത്തവണ KM അഭിജിത്ത് വന്നതോടുകൂടി സാഹചര്യങ്ങളേറെ മാറി. എന്താണ് കോഴിക്കോട് ജില്ലയിലെ CPM-ന്റെ കണക്കെടുപ്പ്? തീർച്ചയായും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പുറത്തു വരുന്ന കണക്കുകളിൽ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ CPM അണികൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു തോൽവി ഒരുപക്ഷെ തിരുവമ്പാടിയിൽ ആകുമെന്നാണ് ഇപ്പോഴത്തെ ഒരു കണക്കെടുപ്പിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റിലും അത്തരമൊരു വിലയിരുത്തലാണ് ഉണ്ടായത്. തിരുവമ്പാടിയിൽ 1,54,261 വോട്ടുകൾ ആകെ പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഏതാണ്ട് 80.36% വോട്ടുകളാണ് തിരുവമ്പാടിയിൽ പോൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. അവിടെ മുസ്ലിം വോട്ടുകൾ 40%, ക്രിസ്ത്യൻ വോട്ടുകൾ 20% മുകളിലും വരും. ഏതാണ്ട് 60%-ലധികം ക്രിസ്ത്യൻ വോട്ടുകൾ, ന്യൂനപക്ഷ വോട്ടുകൾ ഉള്ളൊരു സ്ഥലമാണ്. കഴിഞ്ഞ തവണ ലീഗ് സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത്. അന്ന് PC ചെറിയ മുഹമ്മദ് എന്ന സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ മറുവിഭാഗവുമായി വലിയ പ്രശ്നങ്ങൾ നിലനിന്നു. ലീഗ് കോട്ടകളിൽ തന്നെയാണ് വോട്ടുകളുടെ ശതമാനത്തിൽ വലിയ ഇടിവ് അന്ന് വരികയും ചെയ്ത് ലിൻഡോയ്ക്ക് ആ വോട്ട് വിഹിതമാണ് ഗുണകരമാവുകയും ചെയ്തത്. എന്നാൽ ഇത്തവണ ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ച സമയം മുതൽ കോൺഗ്രസ് സീറ്റ് ഏറ്റെടുക്കുമെന്ന ചില സൂചനകൾക്ക് നൽകിയിരുന്നു. ആവർത്തിച്ച് ചർച്ചകൾ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് നടക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ജില്ലാ ഘടകം കൃത്യമായൊരു നിലപാട് സ്വീകരിക്കുകയായിരുന്നു. ഒരു കാരണവശാലും കോണി ചിഹ്നം തിരുവമ്പാടിയിൽ നിന്ന് മാറ്റാൻ കഴിയില്ലെന്ന ശക്തമായ നിലപാടിലേക്ക് നീങ്ങുകയും വിരുദ്ധ പക്ഷത്ത് അല്ലെങ്കിൽ ഭിന്നചേരിയിൽ നിന്ന് 2 വിഭാഗവും ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങുകയും ചെയ്തു. എന്തായാലും തിരുവമ്പാടിയിലെ തെരഞ്ഞെടുപ്പ് രംഗത്തടക്കം ഈ ലീഗിലെ ഒരു ഒത്തിണക്കം പ്രകടമായിരുന്നു. ഒപ്പം ഈ ക്രിസ്ത്യൻ വോട്ടുകൾ ലിൻഡോയ്ക്ക് ലഭിക്കും എന്നൊരു പ്രതീക്ഷ ഇടത് ക്യാമ്പിനുണ്ടായിരുന്നു. പക്ഷേ FCRA അടക്കമുള്ള ചില പ്രശ്നങ്ങൾ അപ്രതീക്ഷിതമായി വന്നതോടുകൂടി ന്യൂനപക്ഷ മേഖലകളിൽ, പ്രത്യേകിച്ചും ക്രിസ്ത്യൻ മേഖലകളിലും UDF-ന് അനുകൂലമായൊരു ചിന്ത ഉടലെടുത്തു എന്ന് വേണം നമുക്ക് കരുതാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ 2 ന്യൂനപക്ഷ വിഭാഗങ്ങളും ഒറ്റക്കെട്ടായി ലീഗിന് വേണ്ടി നിന്നിരിക്കാം എന്നൊരു കണക്കൂട്ടിലാണ് LDF-നുള്ളത്. അത്തരമൊരു കണക്കൂട്ടിലാണ് മികച്ച പ്രതിച്ഛായുള്ള ജനകീയ സ്വീകാര്യതയ്ക്കുള്ള ഒരു സ്ഥാനാർത്ഥിയായ ലിൻഡോ ജോസഫിനെ പോലൊരാൾ തോൽക്കുമെന്ന രീതിയിലേക്കുള്ള ഒരു വിലയിരുത്തലിലേക്ക് വരുന്നത്. എന്തായാലും കോൺഗ്രസിനും അല്ലെങ്കിൽ UDF-നും വലിയ പ്രതീക്ഷയുണ്ട് തിരുവമ്പാടി ലഭിക്കുന്നത്. മറുവശത്ത് അത്ര ആത്മവിശ്വാസം LDF-ന് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തിരുവമ്പാടിയിൽ ഇല്ല. ഇതേ സാഹചര്യം തന്നെയാണ് ഏതാണ്ട് നാദാപുരത്തും നിലവിൽ വരുന്നത്. നാദാപുരത്തും ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണം നടന്നിട്ടുണ്ടാവാം എന്നൊരു കണക്കൂട്ടിലാണ് LDF-നുള്ളത്. ഒപ്പം സ്ഥാനാർത്ഥി വിജയൻ എന്ന ജനകീയനായ ആളിൽ നിന്നും P. വസന്തം എന്ന വനിതാ സ്ഥാനാർത്ഥിയിലേക്ക് ഇത്തവണ എത്തുകയായിരുന്നു. സത്യൻ മൊഗേരി എന്ന CPI നേതാവിൻ്റെ മുൻ MLA കൂടിയൊക്കെയായ അദ്ദേഹത്തിൻ്റെ ഭാര്യ കൂടിയാണ്. അത്തരമൊരു വികാരം ആദ്യം മുതൽ തന്നെ UDF ആ മണ്ഡലത്തിൽ ഇടക്കുവിട്ടിരുന്നു. കാരണം മറ്റ് പല മണ്ഡലങ്ങളിലും സമാനമായ രീതിയിൽ തന്നെയുള്ള ഭാര്യയ്ക്ക് സീറ്റ് കൊടുക്കുക അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് സീറ്റ് കൊടുക്കുക എന്ന രീതിയിലേക്ക് ഇടത് പാർട്ടികൾ പോലും മാറി എന്ന പ്രചാരണമൊക്കെ ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നു. പിന്നീടാണ് നോർത്തിലെ നേരത്തെ കഴിഞ്ഞ തവണ മത്സരിച്ച കോഴിക്കോട് നോർത്തിൽ മത്സരിച്ച KM അഭിജിത്ത് സ്ഥാനാർത്ഥിയായി വടകരയിൽ നാദാപുരത്തേക്ക് എത്തിയത്. വളരെ സ്വീകാര്യനായ, വളരെ ചടുലമായ നീക്കങ്ങളൊക്കെ KSU കാലം മുതൽ നടത്തുന്ന ഒരാളാണ് KM അഭിജിത്ത്. ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമൊപ്പം സ്ഥാനാർത്ഥി എന്ന രീതിയിലുള്ള തിളക്കമാർന്ന പ്രവർത്തനവും പ്രചാരണ രംഗത്ത് വലിയ മേൽക്കൈയുമൊക്കെ നേടാൻ അഭിജിത്തിന് കഴിഞ്ഞിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് നാദാപുരം ലഭിക്കുമെന്ന പ്രതീക്ഷ UDF വെച്ചു പുലർത്തുന്നത്. സീറ്റ് നഷ്ടപ്പെടും എന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തലാണ് LDF-നുള്ളത്. പക്ഷേ അപ്പോഴും മറ്റു ചില ഘടകങ്ങൾ അവിടെ നിർണായകമായി മാറുമെന്ന് പറയാതിരിക്കാൻ വയ്യ. അതിലേറ്റവും പ്രധാനം ഈ പ്രവാസി വോട്ടുകളാണ്. 12,000-ലധികം പ്രവാസി വോട്ടുകളുള്ള ഒരു മണ്ഡലമാണ് നാദാപുരം. അതിലേറിയ പങ്കും കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് ലഭിക്കേണ്ട വോട്ടുകളാണ്. അവയിൽ ഏതാണ്ട് 20% താഴെ മാത്രമാണ് ഇത്തവണ പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ 70%-ലധികം പ്രവാസി വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ട ഒരു മണ്ഡലം കൂടിയാണ് നാദാപുരം. അതുകൊണ്ട് ആ ഫാക്ടർ എത്രമാത്രം ഇതിനെ സ്വാധീനിക്കും എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഒപ്പം ഇനി
പരിഗണിക്കാൻ ഉള്ളത് കോഴിക്കോട് സൗത്താണ്. കഴിഞ്ഞ തവണ അഹമ്മദ് ദേവർകോവിൽ വിജയിച്ച നൂർബിന റഷീദിനെ തോൽപ്പിച്ച MK മുനീറിൻ്റെ മുൻ മണ്ഡലമായ സ്ഥലമാണ് കോഴിക്കോട് സൗത്ത്. പക്ഷേ ഇത്തവണ അസാധാരണമായ ഒരു മത്സരം കോഴിക്കോട് സൗത്തിൽ ഉണ്ടായി എന്ന് പറയേണ്ടി വരും. അതിൽ ഏറ്റവും പ്രധാനമായത് NDA സ്ഥാനാർത്ഥി അല്ലെങ്കിൽ BJPയുടെ യുവ നേതാവായി നിൽക്കുന്ന പൊറ്റമേലെ പാർട്ടി കോട്ടകളൊക്കെ തകർത്തെറിഞ്ഞ് കഴിഞ്ഞ തവണ കൗൺസിലിലേക്ക് വിജയിച്ച, അതിനു മുമ്പ് CPMന്റെ ശക്തി കേന്ദ്രമായ പുതിയറ തകർത്ത് കൗൺസിലിലേക്ക് പോയ റിനീഷ് എന്ന യുവ സ്ഥാനാർത്ഥിയുടെ ഒരു വരവ് തന്നെയാണ്. അദ്ദേഹം 2 തവണയായി കൗൺസിലിലേക്ക് വിജയിക്കുന്നു. 2 വാർഡുകൾ പിടിച്ചടക്കിയ ആളാണ്. ഒപ്പം കോഴിക്കോട് സൗത്തിന്റെ കീഴിൽ വരുന്ന മറ്റു പല വാർഡുകളും BJPക്ക് ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. പ്രചാരണ രംഗത്തടക്കം വലിയ മേൽക്കൈ നേടാൻ റിനീഷിന് കഴിയുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ റിനീഷ് ഭരിക്കുന്ന വോട്ടുകൾ ഇടതുപക്ഷത്തിന്റെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. ഫൈസൽ എന്ന താരതമ്യേന പരിചിതമില്ലാത്ത സ്ഥാനാർത്ഥിയായിരുന്നു ലീഗ് കളത്തിലിറക്കിയെങ്കിൽ പോലും ഈ വോട്ടുകളുടെ ഭിന്നത അല്ലെങ്കിൽ ഭിന്നിച്ചു പോകുന്നത് ഗുണകരമാവും എന്ന് തന്നെയാണ് UDFിന്റെ കണക്കുകൂട്ടൽ. ശരി, അതാണ് കോഴിക്കോട് ജില്ലയിലെ കാര്യം. എന്തായാലും കോഴിക്കോട് CPMന് നഷ്ടമുണ്ടായെങ്കിൽ അത് വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്ന സ്ഥലമാണ്. കാരണം കോഴിക്കോട് സമീപ തെരഞ്ഞെടുപ്പുകളിലൊന്നും കോൺഗ്രസിനൊരു MLA പോലും ഉണ്ടാവാത്ത ജില്ലയാണ്. അത്ര വലിയ ഇടതുപക്ഷ ആധിപത്യം ഉണ്ടായിരുന്ന ജില്ലയിൽ നഷ്ടമുണ്ടാകുമെന്ന സൂചന തന്നെയാണ് CPM പങ്കുവയ്ക്കുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട ചില ജില്ലകളുടെ സാഹചര്യങ്ങൾ നമ്മൾ പരിശോധിച്ചത്. ഇനി കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.